വിൻസ് കഷ്ടകാലത്തിന് കൊള്ളയടിക്കാൻ ബാങ്ക് മാറി ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസിൽ കയറി. യൂറോയ്ക്ക് പകരം yen മാത്രമാണ് കിട്ടിയത്. യഥാർത്ഥ ബാങ്ക് അടുത്ത തിരിവിലാണെന്ന് ക്ലർക്ക് പറഞ്ഞതനുസരിച്ച് വിൻസ് അങ്ങോട്ട് ഓടിയെങ്കിലും കയറിയ ഉടനെ പോലീസ് എത്തി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവൻ സ്കൂൾ കുട്ടികൾ മാത്രം നിറഞ്ഞ ഒരു തിയേറ്ററിലെ ആനിമേഷൻ സിനിമ കണ്ടിരുന്നെങ്കിലും പോലീസ് പൊക്കി. അറസ്റ്റിലായ കാര്യം പോലും മറന്ന ഭാവത്തിലായിരുന്ന അവനെ ജയിലിൽ അടച്ചു. വർത്തമാനം നിറൈറ്റർത്താത്ത പ്രകൃതക്കാരനായ വിൻസ് തന്റെ ആദ്യ സെൽമേറ്റായ കൊലപാതകിയെ പന്നിമുഖം എന്ന് വിളിച്ചു ചൊടിപ്പിച്ചു. വഴക്കിനൊടുവിൽ അവനെ തല്ലിത്തോൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് വന്ന സെൽമേറ്റുകളെയും വിൻസ് സംസാരം കൊണ്ട് ഭ്രാന്ത് പിടിപ്പിച്ചതോടെ ജയിൽ അധികൃതർ മാനസിക നില പരിശോധിച്ചെങ്കിലും അവൻ വെറും മണ്ടനാണെന്നായിരുന്നു ഡോക്ടറുടെ വിധി. ഒടുവിൽ വിൻസിനെ 30 മില്യൺ യൂറോ അടിച്ചുമാറ്റി ഒളിവിൽ കഴിയുന്ന കൊടുങ്കുറ്റവാളിയായ കോൾ എന്ന ഹിറ്റ്മാന്റെ കൂടെ പാർപ്പിച്ചു. വിൻസ് അവന്റെ നീണ്ട മുഖത്തെയും കുതിരക്കണ്ണുകളെയും പുകഴ്ത്തി സംസാരിച്ചിട്ടും കോൾ മിണ്ടിയില്ലെങ്കിലും അവനെ മാത്രമാണ് വിൻസിന് സഹിക്കാനായത്. കോൾ പിന്നീട് അസുഖം വന്ന് ഇൻഫർമറിയിലേക്ക് മാറിയപ്പോൾ അവനെ പിരിഞ്ഞിരിക്കാൻ വയ്യാതെ വിൻസും അസുഖം അഭിനയിച്ച് അവിടെയെത്തി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജയിൽ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ക്രെയിൻ പ്ലാറ്റ്ഫോം താഴേക്ക് വരുന്നത് കണ്ട് വിൻസ് കോളിനെ അതിലേക്ക് തള്ളിയിട്ട് രക്ഷപ്പെടാൻ സഹായിച്ചു. ക്രെയിൻ ഓടിച്ച വിൻസിന്റെ മണ്ടനായ കൂട്ടുകാരൻ പേടിച്ചോടിയെങ്കിലും ഇരുവരും താഴേക്ക് ചാടി ജയിൽ ചാടി. പിന്നീട് തന്റെ കാമുകിയെ ബോസ് കൊന്നതറിഞ്ഞ കോൾ വിൻസിന്റെ സഹായത്തോടെ പകരം വീട്ടുകയും ഒളിപ്പിച്ചു വെച്ച 30 മില്യൺ യൂറോ ഒരു കല്ലറയിൽ നിന്ന് കുഴിച്ചെടുക്കുകയും ചെയ്തു. ഒടുവിൽ അവർ രണ്ടുപേരും ചേർന്ന് ഒരു ചെറിയ ബാർ തുടങ്ങി സമാധാനത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു.